ഒരുപാട് തരം പൂക്കളും അതേപോലെ തന്നെ കുറേയധികം ചെടികളും ഒക്കെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇത് സഹസ്രദളം താമരയാണ്. നമ്മളിവിടെ വിരിഞ്ഞ് നിന്ന ഒരു പ്ലാന്റിൻ്റെ നേരത്തെയുള്ള പൂവാണ് ഈ കാണുന്നത്. അന്ന് എടുത്ത് വെച്ച വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും കാണാനായിട്ട് ഒന്നും കൂടി ഇട്ടതാണ്. നമ്മളെ നഴ്സറിയിലുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഇത് പല വെറൈറ്റി തെറ്റിയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കാൻ വേണ്ടി അസാധ്യമായിട്ട് പൂക്കുന്ന ലോ കോസ്റ്റ് ലോ മെയിൻ്റനൻസിൽ നമുക്ക് പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇന്ന് നമ്മളെ മെയിനായിട്ട് അട്രാക്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ താണ്ടേ ഇത് വള്ളി റോസിൻ്റെ വെള്ള, അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ ചുവപ്പ്, അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പർ, ഇങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് നിങ്ങൾ നമ്മളെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് ചാനലിലൂടെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിൻ്റെയൊക്കെ കെയർ എങ്ങനെയാണ്, അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കൊടുക്കാം, അതേപോലെ തന്നെ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളിയറായിട്ട് എന്തൊക്കെ കൊടുക്കാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 19 കൂടിയത്. അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 ഗ്രാം ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കുക, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇലയിൽ വീഴുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഫോളിയാർ സ്പ്രേ എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഏതൊരു പൂച്ചെടി ആയിക്കോട്ടെ ഇലച്ചെടി ആയിക്കോട്ടെ അതിനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണക മിശ്രിതം. അത് എത്ര എടുക്കുന്നോ, അതായത് 3:2:1 റേഷ്യോയിൽ 1 പിടി കടലപ്പിണ്ണാക്ക്, അതേപോലെ തന്നെ 2 പിടി വേപ്പിൻ പിണ്ണാക്ക്, 3 പിടി ചാണകം, ഇത് 3ഉം കൂടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കലത്തിനകത്ത് കാണാൻ ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. മൊത്തം വെള്ളം ഒഴിക്കരുത്, അത് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് നല്ലപോലെ പുറത്തൊക്കെ തള്ളിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ വായ് വട്ടം വീഴുന്ന രീതിയിൽ നല്ല വൃത്തിയാമണ്ണം ഒന്ന് കെട്ടി നിർത്തിയേക്കുക. അതിന് ശേഷമായിട്ട് ഇതിനെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് ഒരു സൈഡിൽ വെക്കുക. ഇത് പൊട്ടുന്ന കുപ്പിയിൽ എടുക്കരുത്, അത് പ്രത്യേകം ഓർക്കുക. അതിനുശേഷം ഇതിൽ നിന്നും 72 മണിക്കൂർ അതിനുശേഷം ഈ സാധനം കൊള്ളൂല എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം കുറഞ്ഞേ വരത്തുള്ളൂ. അന്നേരം 72 മണിക്കൂർ, അതായത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനകത്തുനിന്ന് എത്ര എടുക്കുന്നോ, അതിനകത്ത് വാടയുള്ള സാധനമാണ്, ആദ്യമേ തന്നെ പറഞ്ഞതാണ് വാടയുള്ള സാധനമാണ്. ഇതിൽ നിന്നും എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ചെടിക്ക്, പച്ചക്കറികൾക്ക്, അതേപോലെ തന്നെ പൂച്ചെടികൾക്ക്, അതേപോലെ തന്നെ ഇലച്ചെടികൾക്ക് എല്ലാം വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എടുത്ത് പുറത്ത് വെച്ച് തണലത്ത് ഭാഗത്ത് എവിടെയെങ്കിലും വെക്കുക, ലൈറ്റായിട്ട് സ്വല്പം കൊടുത്ത് 2-3 ദിവസം അവിടെ വെച്ചതിന് ശേഷം പതുക്കെ എടുത്ത് അകത്തോട്ട് വെച്ചേക്കുക. ഇത് ഇച്ചിരി വാട ഉണ്ടായതുകൊണ്ടാണ് അത് പറഞ്ഞത്, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അത് ഏറ്റവും നല്ലൊരു വളമാണ്, മഞ്ഞളിപ്പ് മാറാൻ നല്ലതാണ്. അതേപോലെ തന്നെ നല്ല നൈട്രജൻ കണ്ടൻറ്റ് നന്നായിട്ട് വരുന്നുണ്ട്, പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. അതേപോലെ തന്നെ മാവിന് നിങ്ങൾ കായ്ക്കാതെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ കൊടുത്തോ, നല്ല വളരാതെ വേരോടാതെ എന്തൊക്കെ നിൽക്കുന്നോ അതിനെല്ലാം കൊടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടൊരു വളമാണ് ഇത്. നമ്മളെ വീട്ടിലൊക്കെ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളമാണ് കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, ചാണക മിശ്രിതം. അതേപോലെ തന്നെ നമുക്ക് അതിനൊരു ചെറിയൊരു പൊടിക്കൈ കൂടി വേറൊരെണ്ണം കൊടുക്കുക. അതായത് നമ്മളെ വീട്ടിൽ മീൻ വെട്ടുന്ന ചോരയടങ്ങിയ വെള്ളം അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം കുറച്ചെടുത്ത് ആ മുന്തിരിയുടെ ചുട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവണം കായ്ച്ച് കിട്ടും. അത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും, പെട്ടെന്ന് വള്ളി വീശും. അതേപോലെ തന്നെ ഒക്ടോബർ മാസം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് ഫ്ലവറും ചാടും. ഓക്കെ, അന്നേരം അതൊരു ചെറിയ ടിപ്പായിട്ടിരിക്കട്ടെ. അതേപോലെ തന്നെ റോസിൻ്റെ കെയർ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അന്നേരം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ മുട്ടൊക്കെ സെറ്റായി വരുന്ന സമയമാണ്. അന്നേരം പ്രൂൺ ചെയ്തൊക്കെ കഴിഞ്ഞു, നമ്മൾ നേരത്തെ തന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു അല്ലേ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമായിട്ട് ഇപ്പം നമ്മൾ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് DAP ആണ് നമ്മൾ കൊടുക്കുന്നത്. DAP ഒരു 10 തരി എല്ലാ ചെടിക്കും കൊടുക്കുക. ചെറിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 തരി മാത്രം വീഴാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അധികമായാൽ അമൃതം വിഷമാണെന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഇതിനകത്തുമുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേപോലെ തന്നെ പൂക്കുന്ന എല്ലാത്തിനും കായ്ക്കുന്ന എല്ലാത്തിനും ലൈറ്റായിട്ട് നമ്മൾ ഇൻഡോഫില്ല് ഒന്ന് കലക്കിയിട്ട്, അതായത് 1 ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലൊന്ന് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പച്ചക്കറികൾക്കും കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് പൂവാവുന്ന സമയം വരെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പൂ കഴിഞ്ഞ് കായായി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ അംശം നിൽക്കും. അതുകൊണ്ടാണ് പച്ചക്കറികൾക്ക് അത് കൊടുക്കാത്തത്. അതും കൂടെ പ്രത്യേകം ഒന്ന് നോക്കുക. ഇതിങ്ങനെയുള്ള ചെടികൾക്കെല്ലാം നമുക്ക് ഇൻഡോഫില്ലം 45 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഒന്ന് കലക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഏലമഞ്ഞൾ, ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ഓർക്കിഡ് നമ്മളെ സബ്സ്ക്രൈബറിൽ ഒരാൾ ഒരു ഓർക്കിഡിൻ്റെ കാര്യം ചോദിച്ചു. ഓർക്കിഡ് മരത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ട് വർഷങ്ങളായ പ്ലാന്റുകൾക്ക് ഇതേപോലെ അടിഭാഗത്തെ ഇലകൾ ചിലപ്പം ദിവസങ്ങൾ കൊണ്ട് തന്നെ മഞ്ഞളിച്ച് പോകാനുള്ള സാധ്യത. അതിന് വേറൊന്നുമല്ല, റീപോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഒന്ന് റീപോർട്ട് ചെയ്തതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒരു അരമണിക്കൂർ ഫംഗിസൈഡിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്ത് വീണ്ടും പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അതേപോലെ തന്നെ മഞ്ഞളിപ്പ്, പഴയ ഇലകളെല്ലാം കട്ടി കളയുക. ശ്രദ്ധിക്കുക, 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കിഡിനകത്ത് ചിലപ്പം ഒച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ഒച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്.
അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസം രാവിലെ എഴുന്നേറ്റ് ചെടികളിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഓർക്കിഡിൻ്റെയൊക്കെ ഇലകളിൽ മഞ്ഞ കളറിൽ ഈ വര പോലെ തന്നെ, അതായത് ഇതിനകത്ത് കുറേ കാർന്ന് തിന്നത് കണക്ക് ഒരു ഭാഗം മാത്രം ഇലയുടെ പൊള്ളൽ കണക്ക് വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. അതിനകത്ത് ചിലപ്പോൾ ഒച്ച് കാണും. അത് വന്നു എന്നറിയുന്നത് ചിലപ്പം ആ ഒരു രീതിയിലും കൂടെ ആയിരിക്കാം. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ സബ്സ്ക്രൈബറിൽ കുറേ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ വളർന്നു വരുന്നതനുസരിച്ച് ഇടയ്ക്കുള്ള ഇലകൾ മഞ്ഞിച്ചങ്ങ് കൊഴിഞ്ഞു പോകുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഇത് പ്ലാസ്റ്റിക് അല്ല, ജീവനുള്ളത് തന്നെയാണ്. അന്നേരം അതിനകത്ത് അതിൻ്റെ കാലപ്പഴം കൊണ്ട് പച്ചിലയും പഴുക്കും എന്നുള്ളത് കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ പഴുത്ത ഇലകൾ പോയി തന്നെ ആകണം, അല്ലേ? ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫംഗിസൈഡോ ഇൻസെക്ടിസൈഡോ ഒന്നും കൊടുക്കാതെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേരുടെ വീട്ടിലും അങ്ങനെ ഉണ്ട്, അല്ലേ? അത് അവിടെ കീടങ്ങളുടെ ശല്യം കുറവുണ്ടായതിനാലും നമ്മളുടെ മണ്ണ് അത്ര ഫലഭൂഷ്ടമായ മണ്ണായതിനാലും ആണ്. അതിനകത്തുള്ള ഓരോ ചില എലമെൻറ്റ്സ് ഒക്കെ കുറയുമ്പോഴാണ് പലർക്കും പല ചെടികൾക്കും ഇതുപോലെ തന്നെ ഇലയൊക്കെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ കാണുന്നത്. അതുപോലെ നമുക്കിപ്പോൾ തെങ്ങിൻ്റെ കാര്യം തന്നെ, ചുമ്മാ ഒരു തെങ്ങിൻ്റെ ഇപ്പം ഫ്ലവറിൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തെങ്ങിൻ്റെ പറയാൻ പറ്റില്ല എന്ന് പറയാം, പൂങ്കുല പൊഴിഞ്ഞു പോകുന്നു, അല്ലേ? അന്നേരം പൂങ്കുല പൊഴിഞ്ഞു പോകുന്നത് ചാരത്തിൻ്റെ അംശം കുറവ് കൊണ്ടുവരാം, ഫംഗസ് കൊണ്ടുവരാം. അതേപോലെ തന്നെ മണ്ണിൽ പൊട്ടാഷിൻ്റെ അംശം കുറയുമ്പം ആണ് കൂടുതലും വരുന്നത്. അതിന് നമുക്ക് പൊട്ടാഷ് ലൈറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അതേപോലെ തന്നെ മാവിൻ്റെ പൂവും ഇതേപോലെ പൊഴിഞ്ഞു പോകുന്നതിന് വെള്ളം കൂടുതലുണ്ടെങ്കിലും അങ്ങനെ വരാൻ ചിലയിടത്ത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പൊട്ടാഷിൻ്റെ അംശം കുറഞ്ഞാലും ഇങ്ങനെ വരാം. അതിന് അത് ലൈറ്റായിട്ട് പൊട്ടാഷ്, അല്ലെങ്കിൽ നമ്മൾ തെങ്ങിൻ്റെ അംശം ഇട്ട് കത്തിക്കുന്ന ചാരത്തിൽ പൊട്ടാഷിൻ്റെ അംശം കൂടുതലാണ്. അന്നേരം അത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരമാവധി വരെ നമുക്കിതിനെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. വളം പൈസ കൊടുത്ത് മേടിക്കാനല്ല പറയുന്നത്, ഓക്കെ? അന്നേരം എന്ന് വെച്ചാൽ വളം കൊടുക്കുന്നത് ഈ മണ്ണറിഞ്ഞ് വളം കൊടുക്കാനായിട്ട് ഒന്ന് ശീലിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ആശ്രമം മൈതാനത്ത് എക്സിബിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അങ്ങോട്ട് കാച്ചി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ, ഓക്കെ? അന്നേരം ഇത് ഏകദേശം ഒരു 10-20 ദിവസം കൂടി നമ്മൾ എക്സിബിഷൻ അവിടെ ആശ്രമ മൈതാനത്ത് കാണുന്നതായിരിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, എക്സിബിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കൊല്ലത്തോട്ടൊക്കെ ക്രിസ്മസ് അവധിക്കൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വന്ന് കയറി കണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ റോസൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി റോസുകൾ കാണാം. പിന്നെ ആളുകൾ നുള്ളിപ്പറിക്കി നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ പോവും. അന്നേരം ഇനി അടുത്തൊരു ലോഡ് വരുന്നുണ്ട്. അന്നേരം അതിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മണിമുല്ല വിരിഞ്ഞ് തുടങ്ങുന്ന ഒരു പരുവത്തിലൊക്കെ ആയി തുടങ്ങുന്നു. ഇത് പ്രത്യേകം മണിമുല്ലയൊക്കെ നല്ലപോലെ ആയതിനു ശേഷം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അന്നേരം എങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, അല്ലേ? അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും, അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളം ഏതാണ്, അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ചെടികൾക്ക് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിടുന്നത്. ഏതാണ്ട് 600-700ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അല്ലേ? 700 അടുപ്പിച്ച് ആവാറായെന്ന് തോന്നുന്നു. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, 60,100 അടുപ്പിച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അന്നേരം വലിയ ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, പുതിയ ആളുകളടുത്താണ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.